ഓണത്തിൻ്റെ ആഘോഷവും ലഹരിയും എല്ലാം കഴിയുന്നു. തിങ്കളാഴ്ച തൊട്ട് ED വീണ്ടും കളത്തിലിറങ്ങുകയാണ്. വീണമോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏകദേശം എല്ലാ അന്വേഷണവും പൂർത്തിയായി. അല്ല, അവർക്കിനി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് കുറ്റം ആര് ചെയ്താലും വീണയ്ക്ക് ഇളവ് കൊടുക്കാൻ പറ്റില്ലല്ലോ. കുറ്റം ആര് ചെയ്താലും ഇത് വലിയ തോതിലുള്ള വിദേശ വിനിമയ നാണയ തട്ടിപ്പ് നടത്തി എന്നുള്ളത് തെളിഞ്ഞ സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിനേക്കാളും മുന്നേ അറസ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. ഫെമ നിയമലംഘനം കൂടി ചുമത്തുന്നു എന്നാണ് അറിഞ്ഞത്. വീണ തൈക്കണ്ടി അറസ്റ്റിലാകുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി CPM-നല്ല, പിണറായി വിജയനാണ്. അത്രയേ ഉള്ളൂ. പിണറായി വിജയൻ എന്ത് ചെയ്യും? പിണറായി ഏതായാലും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇന്നും നാളെയൊക്കെ മലബാർ മേഖലയിൽ ഓടിയിടന്ന് വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. പക്ഷേ ആ വിശദീകരണമൊന്നും ഇതിന് ഏക്കൂല. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വിശാല സംസ്ഥാന സമിതി യോഗമാണ്. എനിക്കൊന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു, വരെയുള്ളവരെയാണ് ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത്. ശരിക്കും ഇവർ ലോക്കൽ സെക്രട്ടറിമാരെ വരെ ഇതിൽ പങ്കെടുപ്പിക്കേണ്ടിയിരുന്നു. അങ്ങനെ പങ്കെടുപ്പിക്കാത്തത് ഭയന്നിട്ടാണ്. ഇത്രയും പേരാകുമ്പോൾ അവരെ കൈ നിൽക്കും. ഇനി ഇയാളെ പേടിക്കേണ്ടതില്ല എന്നുള്ള അവസ്ഥ എല്ലാവർക്കും വന്നു കഴിഞ്ഞു. ഈ പേടിക്കേണ്ട എന്നുള്ളൊരവസ്ഥ നേതാവിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ വലിച്ചുവാരിട്ട് ചവിട്ടിക്കൂട്ടില്ലായിരുന്നു. അല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ ഇവരെ കൈ നിൽക്കുന്നവരാണ്. അതിന് താഴോട്ട് പോകുമ്പോഴാണ് കയ്യിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ വരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെയുള്ളവർക്ക് പാർട്ടിയിൽ നിലനിൽപ്പും പദവിയും ഒക്കെ പ്രശ്നമാണ്. എന്നാൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർക്കും ലോക്കൽ സെക്രട്ടറിമാർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഭരണവുമില്ല. അവർ വെച്ചലക്കും. ഇനി അടുത്ത തവണ ഭരണം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല ഇപ്പോഴത്തെ നിലവിലുള്ള ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇവർ വെച്ച് അലക്കി കഴിഞ്ഞാൽ അത് പണിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ ഇത് ഒതുക്കിയിരിക്കും. ഏതായാലും ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വീണ തൈക്കണ്ടി അറസ്റ്റിലാവുകയാണെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണം. കാരണം കോടിയേരി ബാലകൃഷ്ണന് ബിനീഷ് കോടിയേരിയുടെ വിലക്കാസ് വന്നപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് വിശാല സംസ്ഥാന സമിതി യോഗത്തിന് തൊട്ടു മുമ്പ് തന്നെ വീണ അറസ്റ്റിലാവും. അതോടുകൂടി ഈ വിശാല സംസ്ഥാന സമിതി യോഗം അടക്കം പൊളിയും. ഇവർ ആളെ വെളിയിലിറക്കും. കാരണം പിണറായി വിജയന് ഭ്രാന്ത് പിടിക്കും. അയാളുടെ മക്കളെ തൊട്ടാൽ അയാൾ നോക്കി നിൽക്കും. പാർട്ടി തൊട്ടാൽ ഒരു ചുക്കുമില്ല. പാർട്ടിയെ തൊട്ടാൽ അയാൾക്ക് ഒരു വെണ്ടയ്ക്കയും ഇല്ല. അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പക്ഷേ വീണ തൈക്കണ്ടി ജയിലിൽ പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. അയാൾ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ പറയുന്ന പാർട്ടിക്കാരെ തെരുവിൽ തള്ളിവിടും. ഉറപ്പാണ്. അവർ അക്രമം നടത്താൻ വേണ്ടി ഇറക്കി വിടും. പക്ഷേ എത്രത്തോളം പേര് അതിന് തയ്യാറാകും എന്നുള്ളതാണ് ചോദ്യം. അതെ, അവിടെയാണ് അത് ഗൾഫിൽ സുഖമായിരിക്കണം. തൻ്റെ മോനെ കൂടെ വിളിച്ചോണ്ടാന്ന് പറയും. ഇവിടെ കൊണ്ടൊന്ന് നിർത്തിയിട്ട് സമരത്തിന് മുൻപേ അവനെ നിർത്താൻ പറയും. അല്ല, ഇവിടെ ഈ തലയ്ക്ക് വെളിവില്ലാത്ത ചില ആൾക്കാരുണ്ട്. പിണറായി വിജയന് വേണ്ടി ആത്മാഹൂതി ചെയ്യാൻ നടക്കുന്നവർ. പണ്ട് ഒരു ശബരിമല സീസൺ കാലത്താണ് ഇദ്ദേഹം മരിക്കുന്നത്, MGR മരിക്കുന്നത്. അതെ, ഒരുപാട് പേര് ശബരിമല ആഴി ചാടാൻ പോയെന്നാണ് പറയുന്നത്, ആത്മാഹൂതി ചെയ്യാൻ വേണ്ടി. അയാളോടുള്ള സ്നേഹം. അണ്ണാദുരൈ മരിച്ചപ്പോഴും ഒരുപാട് ഒരു ആത്മാഹൂതി ചെയ്തു. MGR മരിച്ചപ്പോൾ ആത്മാഹൂതി ചെയ്തു കുറേ പേര്. അപ്പം ആ രീതിയിൽ ആത്മാഹൂതി ചെയ്യാൻ തയ്യാറായിട്ട് കുറച്ച് വിവരമില്ലാത്ത സഹാക്കന്മാരുണ്ട്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ ലോകമില്ല, നിശ്ചലം ശൂന്യം ഈ ലോകം എന്ന് വിചാരിക്കുന്നു. ഞാനല്ലെങ്കിൽ പിന്നെ ആരുണ്ട്? ഒരു ചോദ്യമല്ല അദ്ദേഹത്തിൻ്റെ. ആ ബോർഡ് നമുക്ക് കാണാം ഇല്ല റോഡിലൊന്നും. ബോർഡ് വെച്ചാൽ അതിൽ അഴിച്ച് മാറ്റി എല്ലാം വിളിച്ചു. ഇത് എന്താ പറയുന്നത്, ഇങ്ങേരെ ഇപ്പോഴും കണ്ണുമടച്ച് വിശ്വസിച്ച് പിണറായി വിജയനാണ് ശരി, പിണറായി വിജയനാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ്, പിണറായി വിജയനാണ് യഥാർത്ഥ CPM-കാരൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമുക്കവരെ ഒരു രീതിയിലും നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി അഥവാ ED അവരെ അറസ്റ്റ് ചെയ്താൽ പോലും അത് EDയുടെ കള്ളക്കളിയാണെന്നും പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉണ്ടല്ലോ അവസാന ദിവസങ്ങളിൽ ഇത്രയും വലിയ അപമാനം ഏറ്റുവാങ്ങി പാർട്ടി ഈ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരേ നേതാവ് പക്ഷേ പിണറായി വിജയൻ തന്നെയായിരിക്കും. ഏറ്റവും ശക്തനായിരുന്ന ആൾ ഒട്ടും ശക്തനല്ല, ദുർബലനായി ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ചോണം, തുടർച്ചയായി 3-ാം തവണയും കസേരയെ കയറാൻ വേണ്ടി കസേരയും ഉടുപ്പും പന്തലും വരെ റെഡിയാക്കി നിർത്തിയിരുന്ന ആളാണ്. ഒന്ന് ആലോചിച്ച് ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു. അല്ല, ഈ 3-ാം തവണ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു. 3-ാം തവണ വന്നിരുന്നെങ്കിൽ ഇയാളുടെ തിരുട്ട് ഫാമിലിയും ഈ കൊള്ളയടി തുടർന്നുകൊണ്ട് മുന്നോട്ട്, നമ്മളെയും കൂടെ ജനങ്ങളെയും കൂടെ എവിടെയെങ്കിലും കൊണ്ട് ഈട് വെച്ച് ലോൺ എടുത്തേനെ, ആ പൈസയും കൂടെ കൊണ്ടുപോയേനെ. അങ്ങനെ മുന്നോട്ട് പോയതിനും കൊള്ളയടിച്ച് തന്നെ മുന്നോട്ട് പോയതിനും. പക്ഷേ കൃത്യസമയത്ത് പിടിവീണു, കൊള്ള സംഘം പൊളിഞ്ഞു.
മാത്രമല്ല ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്താണ്, ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നുന്നത്, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവർ തള്ളി മറിച്ചുകൊണ്ടിരിക്കും. അതായത് ഓണ മാർക്കറ്റുകൾ ഓണ വിപണിയിൽ സർക്കാരിന് ഇടപെടാൻ സാധിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ആള് കുറഞ്ഞ വിലയിൽ എല്ലാ സാധനവും വാങ്ങിച്ച് വീടുകളിൽ കൊണ്ട് സുന്ദരമായിട്ട് സദ്യ നടത്തി. അതായത് കഴിഞ്ഞ തവണ 353 കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോ ഓണം ബസാറുകളിൽ നടന്നത്. ഇത്തവണ 483 കോടി കവിഞ്ഞു. ഇപ്പോൾ തന്നെ അതെ 500 കോടി രൂപയിലേക്ക് വേണമെങ്കിൽ എത്താം. ഇനിയും കുറച്ച് ദിവസം കൂടി ഈ ഓണച്ചന്തകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര ഫലപ്രദമായി വിപണിയിൽ ഇടപെട്ട ഒരു കാലം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അല്ല, വിപണിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നൂടെ ആലോചിക്കുമ്പോൾ ഇത് കൺസ്യൂമറിന് ഉപഭോക്താക്കൾ മാത്രമല്ല, വിൽപ്പന നടത്തുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റിൽ അവിടെ ചട്ടമ്പി പിരിവായിരുന്നു. അതെ, പാവപ്പെട്ട സ്ത്രീകൾ എന്തെങ്കിലും പച്ചക്കറിയോ മത്സ്യമൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന സ്ത്രീകളടുത്ത് നിന്ന് ഈ CPM-കാർ ഡെയിലി 500 വെച്ച് കൊടുക്കണമെന്നാണ് അവർക്ക് റേറ്റ്. ഒരു ബൾബ് ഇടണമെങ്കിൽ അതിന് 500 രൂപ വേറെ കൊടുക്കണം. ചോദിച്ച പൈസ കൊടുത്തില്ലെങ്കിൽ അവർ മുന്നിരിക്കുന്ന നെയ്മീനെ പോലെ വിലപിടിപ്പുള്ള മീൻ എടുത്തുകൊണ്ട് പോയിരുന്നു. അത് ഇത്തവണ കോർപ്പറേഷൻ്റെയും കൂടെ ഒരു ഇടപെടൽ തിരുവനന്തപുരത്തുണ്ടായപ്പം അതും രക്ഷയില്ലാതായി. എന്താണെങ്കിലും എക്സാലോജിക്ക് കരാർ, എക്സാലോജിക്ക് കമ്പനി ലേക്കർ ഇന്ത്യ കടലാസ് കമ്പനിയിലൂടെ ഹവാല വിദേശത്തേക്ക് എത്തിച്ചു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് ED നിൽക്കുന്നത്. ഹവാല ഇടപാട് നടന്നു എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. അല്ലെങ്കിൽ പിന്നെ ഇത് പൈസ എവിടെ നിന്ന് കിട്ടി? കൃത്യമായിട്ട് പൈസ പോയിരിക്കുകയല്ലേ. ഇതിനെക്കുറിച്ച് അവർ വിശദീകരണം പറയുന്നില്ലല്ലോ. ഇവരിതെല്ലാം ഭയങ്കര കേന്ദ്ര സർക്കാർ പക പോക്കുന്നു, അല്ലെങ്കിൽ BJP ചേരാത്തോണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന ആളല്ല. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അവരൊന്നും പറയുന്നില്ല. അതാണ്. അപ്പം ബാക്കി അന്വേഷണം മൊത്തം ഏകദേശം ഒരു റൗണ്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ഫെമ വയലേഷനിലൂടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമല്ല, വിദേശ നാണയ വിനിമയ ചട്ടലംഘനമുണ്ട്. ഇത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ED കേസാണ്, അകത്ത് പോയാൽ ജാമ്യം കിട്ടത്തില്ല. ഇല്ല, ബിനീഷ് കോടിയേരി അടക്കം അകത്ത് കടന്നിട്ടുള്ളതാണ് അല്ലേ? അതെ. എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പക്ഷേ ഈ ബിനീഷ് കോടിയേരി ആയിരിക്കും. അതെ, അദ്ദേഹത്തിന് നടപ്പിലാക്കി എന്നുള്ളതാണ്. ബിനീഷ് കോടിയേരി ഒരിക്കലും ജയിലിലടച്ചത് BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ അല്ല, CPM തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഒരു സത്യമാണത്. രഹസ്യം എന്ന് പറയാൻ പറ്റില്ല, അത് പരസ്യമായ കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതിൽ വീണയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞെട്ടുന്ന കുറേ തിരുവനന്തപുരത്ത് കുറേ വീണ പഴയ തോഴിമാരുണ്ട്. അതെ, ആ തോഴിമാരും ഒന്ന് കിടങ്ങും. കാരണം അറിയാൻ പറ്റില്ല, ഈ തോഴിമാരെ വിളിച്ചുകൊണ്ട് ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ അങ്ങോട്ട് വിളിപ്പിച്ചാൽ ഇവരും ചെല്ലേണ്ടി വരും. തോഴിമാരുടെ പേരിലൊക്കെ എത്ര സമ്പാദ്യം ഉണ്ടെന്ന് ആർക്കറിയാം? ജയലളിതയുടെ തോഴിമാർ പോലെ കുറേ തോഴിമാരുണ്ട്. ഈ ലഹരി മരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് ED റെയ്ഡ് നടന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കോടിയേരിയുടെ വീട്ടിൽ നടന്ന ബിനീഷ് കോടിയേരി 1 വർഷത്തോളമാണ് ആ ചെറുപ്പക്കാരന് ഒരു കാര്യമില്ലാതെ ജയിലിലിട്ടിരുന്നത്. അത് നമ്മളൊക്കെ എന്ന് വിചാരിച്ചത് എന്താണ്, ഇനി ഇയാൾ ഇത് കച്ചവടത്തിന് പോയതായിരിക്കാം. കാരണം ബിനീഷ് കോടിയേരി കാരണം ഒരുപാട് നിരപരാധികൾ ജയിലിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ചോദ്യം എന്നായിട്ട് മാത്രം അയാളുടെ ജയിൽവാസത്തെ കണ്ടാൽ മതി. പക്ഷേ അവിടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, CPM-ലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും മികച്ച, ഏറ്റവും നല്ലവനായൊരു നേതാവിനെ അയാളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇവരന്ന് ചെയ്തത്. കാരണം അടുത്ത ടൈം വരുമ്പോൾ കോടിയേരിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരുമോ എന്നൊരു സംശയം വന്നിരുന്നു. സെക്കൻഡ് ടൈമിൽ ഉണ്ടായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അത് കിട്ടാൻ വേണ്ടിയാണ്, അത് വെട്ടാൻ വേണ്ടിയാണ് ഇവർ ബിനീഷിനെ കള്ളക്കേസ് കൊടുക്കുക. ഇതൊക്കെ ബിനീഷിനറിയാം, ബിനീഷിൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് അയാൾ കഴിഞ്ഞ തവണ ED ആക്രമണ കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇറങ്ങി ED-യെ ആക്രമിച്ചു. ഏതായാലും അത് വളരെ ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്കും വെട്ടിലായിരിക്കുകയാണ് അദ്ദേഹം കുടുംബവും. കാരണം ഈ മകനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുമല്ലോ. ഈ മകനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അയാൾ വിദേശത്ത് ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത് വിദേശത്തേക്ക് UAE-യിലേക്ക് പണം കടത്തി എന്ന് പറയുമ്പോൾ അവിടെ മകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം. പിന്നെ ഇതിനകത്തെല്ലാം അന്വേഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ഇയാളുടെ വിദേശയാത്രകൾ അന്വേഷിക്കണം. ഇയാൾ മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് എന്താണ് കടത്തിയത്? സ്വപ്ന സുരേഷ് പറഞ്ഞ നയതന്ത്ര ബാഗിലൂടെ പണം, കറൻസി നോട്ട് കടത്തിയെന്നാണ് പറഞ്ഞത്. അതല്ലേ ഭാര്യയും മക്കളെയും പേരക്കുട്ടി എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഉണ്ടെങ്കിൽ പോവുകയല്ലേ? അതെ. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അന്ന് ഇപ്പോൾ അയാൾ ചോദിക്കുന്ന, ഇയാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തായി നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് എന്തായി? നിങ്ങൾ ക്യാഷ് കടത്തിയെന്ന് പറഞ്ഞാൽ എന്തായി? ഇതൊക്കെ മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കിയതാണ്. ഗ്രീൻ ചാനലിൽ കൂടെ കടന്നു വരല്ലേ ഇവരെല്ലാവരും. കമല ഇന്റർനാഷണൽ എവിടെ? ഇതൊക്കെ ചോദിച്ചാണ് പിണറായി വിജയൻ
പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ തൈക്കണ്ടി അറസ്റ്റിലായി കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കും? ഒരു പ്രതികരിക്കാനും മാർഗ്ഗമില്ല. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ തന്നെ പലതും ചോദിക്കുമ്പോൾ അനക്കറിഞ്ഞൂടെ അച്ഛനെ ചോദിക്കാനാണ് പറയുന്നത്. അച്ഛനെ വിളിക്കേണ്ടി, ഭർത്താവിനെ വിളിക്കേണ്ടി വരും, എല്ലാത്തിനെയും വിളിക്കേണ്ടി വരും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, തിങ്കളാഴ്ച തന്നെ എനിക്ക് തോന്നുന്നു വീണയ്ക്ക് സമൻസ് കൊടുക്കും. സമൻസ് കൊടുത്ത് ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന കൂട്ടത്തിൽ അറസ്റ്റ് ഉണ്ടായ കുറേ നാളകത്ത് കിടക്കേണ്ടിയും. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തുന്നുണ്ടെന്നും പ്രധാനപ്പെട്ട രാജ്യത്ത് തന്നെ, കാര്യം അവർക്ക് എത്ര കോടി വക്കീലിന് കൊടുക്കാറുണ്ടല്ലോ, വലിയ വക്കീലന്മാരെ ബന്ധപ്പെടുത്തുന്നത് പറയുന്നുണ്ട്. പക്ഷേ കേസിൽ പ്രതി ചേർത്താൽ നിയമത്തിൽ കീഴടങ്ങേണ്ടി വരും. മിന്നൽ നീക്കമായിരിക്കും ഇടി നടത്തുക. അകത്ത് പിടിച്ചിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏതാണ്ട് സജ്ജമായി കഴിഞ്ഞു. അതോടുകൂടി പിണറായി വിജയൻ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മകൾ അറസ്റ്റിലായാൽ ഇയാൾ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. ഒരു കാരണവശാലും രാജിവെക്കില്ല. അയാൾ രാജിവെക്കില്ല. അയാളുടെ പാർട്ടിക്കുള്ളിൽ അത് ആ രാജി ആവശ്യപ്പെടാൻ തക്ക കാലിബറുള്ള കപ്പാസിറ്റിയുള്ള ഒറ്റയാളും നട്ടലുള്ള ഒറ്റയാൾ പോലും ഇല്ലാത്തിടത്തോളം കാലം അയാൾ തന്നെ പ്രതിപക്ഷ നേതാവാകും. ഇനി അയാൾ അറസ്റ്റിലായാൽ പ്രതിപക്ഷ നേതാവായി തന്നെ അയാൾ ജയിൽവാസം അനുഭവിക്കും. നമ്മുടെ ഡൽഹിയിൽ കെജ്രിവാൾ കിടന്ന പോലെ കിടക്കും. അതാണ് സംഭവിക്കാൻ.